വാം വെൽക്കം എവരിവൺ. ഇന്നത്തെ ഈ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോയിൻറ്റിങ്സ് തിയറമാണ്. പോയിൻറ്റിങ്സ് തിയറം, അതിൻ്റെ ഡെറിവേഷൻ, സിമിലർലി അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും ആണ്. പോയിൻറ്റിങ്സ് തിയറത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു തിയറം കൂടിയാണ് ഈ പറയുന്ന പോയിൻറ്റിങ്സ് തിയറം. സോ ഈ തിയറം നമ്മൾ യൂസ് ചെയ്ത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ പവർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പവർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് പോയിൻറ്റിങ്സ് തിയറം. റൈറ്റ്. അപ്പോൾ പവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് പോയിൻറ്റിങ്സ് തിയറത്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ചെയ്തു പോകേണ്ടത്. സോ ഈ പോയിൻറ്റിങ്സ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോയിൻറ്റിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പി. റൈറ്റ്. അതാണ് പവർ ഡെൻസിറ്റി വെക്ടർ അല്ലെങ്കിൽ പോയിൻറ്റിങ് വെക്ടറായിട്ടും നമ്മളതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. പവർ ഡെൻസിറ്റി വെക്ടർ ഓർ പോയിൻറ്റിങ് വെക്ടർ. സോ ഈ പോയിൻറ്റിങ് വെക്ടർ ഒരു ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ ക്ലോസ്ഡ് സർഫസിലായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന പവറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടും. റൈറ്റ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ ഈ പോയിൻറ്റിങ്സ് തിയറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിൻറ്റിംഗ് വെക്ടർ ക്ലോസ്ഡ് സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന വോളിയം എമിറ്റ് ചെയ്ത് വരുന്ന ടോട്ടൽ പവർ കിട്ടും. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ ഭാഗത്തിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. ഡെറിവേഷൻ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പോയിൻറ്റിംഗ് വെക്ടർ നമ്മൾ ടിപ്പിക്കലി റിലേറ്റ് ചെയ്യുന്ന പി ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആയിട്ടാണ്. റൈറ്റ്. പോയിൻറ്റിംഗ് വെക്ടർ ഈക്വൽ ടു പി ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആയിട്ടാണ്. സോ ഇതിൽ നിന്ന് കിട്ടുന്ന പി ഈക്വൽ ടു ഇ ക്രോസ് എച്ചിൽ നിന്ന് കിട്ടുന്നത് പവറാണ്. അത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ, ഒരു പോയിൻ്റ് എൻക്ലോസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഏരിയൻ്റെ നെറ്റ് പവറാണ്, ടോട്ടൽ പവറാണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്. പവർ പെർ യൂണിറ്റ് ഏരിയയാണ്. അടുത്ത ഓർക്കേണ്ട കാര്യം ഇതിൻ്റെ യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. റൈറ്റ്. വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ആണ്. റൈറ്റ്. അത് പവർ പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഡെറിവേഷൻ ഭാഗം ചെക്ക് ചെയ്യാം. സോ ഡെറിവേഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. റൈറ്റ്. മാക്സ്വെൽസിൻ്റെ നാലാമത്തെ ഇക്വേഷനാണ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇതിനെ ഞാൻ എക്സ്പ്രഷൻ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. ഇനി നെക്സ്റ്റ് ഞാനൊരു വെക്ടർ ഐഡൻറ്റിറ്റി ഇവിടെ മാർക്ക് ചെയ്യാണ്. ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈക്വൽ ടു ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഇൻറ്റു എ ഡോട്ട് ഡെൽ ക്രോസ് ബി. റൈറ്റ്. ഈ ഒരു വെക്ടർ ഐഡൻറ്റിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈക്വൽ ടു ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 ആയിട്ടും റിലേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് എക്സ്പ്രഷൻ, റൈറ്റ്, ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എടുക്കുകയാണ്. റൈറ്റ്. അപ്പോൾ അതായത് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ ഡോട്ട് ചെയ്യുകയാണ്. റൈറ്റ്. ദാറ്റ് മീൻസ് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി ആണ്. ഡോ ഡി ബൈ ഡോ ടിനെ ഞാൻ ഡി ഡോട്ടായിട്ട് ഡിനോട്ട് ചെയ്യാം. ഡി ഡോട്ട്. റൈറ്റ്. സോ ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഡി. ഇത് ഞാൻ എക്സ്പ്രഷൻ 3 ആയിട്ടും റിലേറ്റ് ചെയ്തു. റൈറ്റ്. നെക്സ്റ്റ് ഞാൻ ഈ പറയുന്ന ഐഡൻറ്റിറ്റി ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഈ പറയുന്ന വെക്ടർ ഐഡൻറ്റിറ്റി ഞാൻ ഇവിടെ യൂസ് ചെയ്യുകയാണ്. ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈക്വൽ ടു ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി. സോ ഈ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈം, അതായത് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ. റൈറ്റ്. എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ആവും. സോ ഇപ്പം നമ്മൾ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ചെയ്തു. നെക്സ്റ്റ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ചെയ്യാം. അപ്പം എക്ക് പകരം ഇ ആണ്, ബിക്ക് പകരം എച്ച് ആണ്. സോ ബിക്ക് പകരം എച്ച് ആണ്. സോ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച്. റൈറ്റ്. ഈ എക്സ്പ്രഷനെ എ ആയിട്ടും ഈ എക്സ്പ്രഷനെ ഞാൻ ബി ആയിട്ടും റിലേറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്തു. റൈറ്റ്. അപ്പോൾ അതായത് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിനെ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ
മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ്. സോ ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇ ഡോട്ട് ജെ പ്ലസ് ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഡി. ബട്ട് നമുക്കറിയാം ഡെൽ ക്രോസ് ഇ, റൈറ്റ്, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ്. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ബി ഡോട്ടായിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാണ്. ദാറ്റ് മീൻസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സിക്ക് ഇപ്പം മൈനസ് ബി ഡെറിവേറ്റീവ് ഓഫ് ബി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഡി. റൈറ്റ്. ബട്ട് നമുക്കറിയാം ഡി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ ആണ്. സിമിലർലി ബി എന്ന് പറയുന്നത് മ്യൂ എച്ച് ആണെന്നും അറിയാം. സോ ഞാൻ ഈ ഒരു ടേം മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാലൻസ് ഉള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എത്തിക്കുന്നു. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഡി ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഡീനെ ഞാൻ എപ്സിലോൺ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡിക്ക് എപ്സിലോൺ ഇ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എപ്സിലോൺ ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇ. റൈറ്റ്. ഡിക്ക് എപ്സിലോൺ ഇനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആയി. എന്നിട്ട് ഡോ ഡി ബൈ ഡോ ടി എടുക്കുകയാണ്. ദാറ്റ് മീൻസ് എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ അത് ഔട്ട് സൈഡ് ആയിട്ട് എടുത്തു. സോ എപ്സിലോൺ ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇ ആയിട്ട് മാറി. പ്ലസ് റൈറ്റ് ഈ ടേം ദാറ്റ് ഈസ് ബിക്ക് ഞാനിവിടെ മ്യൂ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പ്ലസ് എച്ച് മ്യൂ എച്ച് ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് എച്ച്. റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇക്കും എച്ച് ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് എച്ചിനും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അതിനുവേണ്ടി ഞാൻ ഡോ ബൈ ഡോ ടി ഓഫ് ഇ ഡോട്ട് ഇ എന്താണെന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്. ഇ ഡോട്ട് ഇയുടെ ഡെറിവേറ്റീവ് ഇവിടെ ഞാൻ ഈ രീതിയിൽ ഡെറിവേഷൻ എടുക്കുകയാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ഡോ ഇ ബൈ ഡോ ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. റൈറ്റ്. that is equal to 2 into E dot dou E by dou T. But dou E by dou T ക്ക് ഞാൻ ഈ ഫോമിൽ മാർക്ക് ചെയ്യാണ് 2E dot E dot. റൈറ്റ്. അപ്പം ഇതേ കാര്യം എച്ചിൻ്റെ കേസിലും എനിക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് ജെ പ്ലസ് ഇവിടെ നമുക്ക് ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇ ആണുള്ളത്. നമുക്ക് കിട്ടിയത് 2E ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇ ആണ്. ദാറ്റ് മീൻസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇ ഡോട്ട് ഇ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എഗെയിൻ ഇതിൽ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ ഞാൻ വരുത്തുകയാണ്. ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ ആയിട്ട് എനിക്കിതിനെ ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. ഈക്വൽ ടു ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇ ഇൻറ്റു 2. അത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്തുമ്പോൾ അത് 1/2 ആയി. സോ ആ ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. ദാറ്റ് മീൻസ് ഇ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ഇക്ക് 1/2 ഇൻറ്റു ഈ എപ്സിലോൺ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ പ്ലസ് സിമിലർലി 1/2 ഇൻറ്റു മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് സ്ക്വയർ. റൈറ്റ്. നെക്സ്റ്റ് ഞാൻ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ എക്സ്പ്രഷനെ ഒരു വോളിയത്തിൽ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. റൈറ്റ്. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ വോളിയമാണ്. വോളിയം ആയതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ഡി വി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ. റൈറ്റ്. എഗെയിൻ ആ വോളിയം ഇൻ്റഗ്രേഷൻ ചെയ്യാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ഇ ഡോട്ട് ജെ ഡി വി പ്ലസ്. റൈറ്റ്. നെക്സ്റ്റ് ഞാൻ ഇതിൽ ഹാഫ് ഡോ ബൈ ഡോ ടി ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ പ്ലസ് എഗെയിൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽ വോളിയത്തിൽ എടുത്തു. നെക്സ്റ്റ് ഞാൻ ഡോ ബൈ ഡോ ടി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്തു. ബാലൻസ് വരുന്നത് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു മ്യൂ എച്ച് സ്ക്വയർ ഡി വി. റൈറ്റ്. ഇതിൽ നിന്ന് ഞാൻ ഡോ ബൈ ഡോ ടി കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ബാലൻസ് വരുന്നത് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു മ്യൂ എച്ച് സ്ക്വയർ. നെക്സ്റ്റ് ഞാൻ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് ഞാൻ
കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഡി വി എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം സർഫസ് ഇൻ്റഗ്രൽ റൈറ്റ് ഇ ക്രോസ് എച്ച് നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. ഇ ക്രോസ് എച്ച് ഡോട്ട് ഡി എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ അത് അപ്ലൈ ചെയ്തു. ഈക്വൽ ടു എഗെയിൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ജെ ഡി വി പ്ലസ് ബാലൻസ് വരുന്ന ഡോ ബൈ ഡോറ്റി. ഇതിൽ ഞാൻ ഡോ ബൈ ഡോറ്റി ആദ്യം ഔട്ട് സൈഡ് ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ബാലൻസ് വരുന്ന വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഡി വി. ഇനി ഇ ക്രോസ് എച്ചിനാണ് പോയിൻറ്റിംഗ് വെക്ടറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇ ക്രോസ് എച്ചിനെ ഞാൻ പി ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് മൈനസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ചിന് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ജെ ഡി വി പ്ലസ് ബാലൻസ് വരുന്ന ഡോ ബൈ ഡോ ടി വോളിയം ഇൻ്റഗ്രൽ ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു മ്യൂ എച്ച് സ്ക്വയർ ഡി വി. റൈറ്റ്. സോ നമ്മളിപ്പം പോയിൻറ്റിംഗ് തിയറം ഇപ്പം നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ടേമും എന്താണെന്നുള്ളത് ക്ലിയർലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആ വോളിയം എൻക്ലോസ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ പവറാണ് പോയിൻറ്റിംഗ് തിയറത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ടേമാണ്. ഈ ഫസ്റ്റ് ടേം ഡിനോട്ട് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ വോളിയത്തിൽ ചാർജസിൻ്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന പവറാണ്. റൈറ്റ്. ദാറ്റ് മീൻസ് പവർ എക്സ്പെൻഡഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ചാർജസ് ഇൻ ദ വോളിയം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് പോർഷനാണ്. ഈ സെക്കൻഡ് ടേം റിലേറ്റ് ചെയ്യുന്നതിൽ ഇത് രണ്ട് ടേംസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്കിനെ കറസ്പോണ്ടിങ്ങിലും സിമിലർലി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റോ സ്റ്റാറ്റിക്കിനെ കറസ്പോണ്ടിങ്ങിലും ആയിട്ടുള്ളതാണ്. സോ ഇതിൽ ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഡെൻസിറ്റിയാണ്. സിമിലർലി ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് മാഗ്നറ്റോ സ്റ്റാറ്റിക് ഡെൻസിറ്റിയാണ്. സോ ഇത് ഡെൻസിറ്റി ആയതുകൊണ്ടും വോളിയം ഇൻ്റഗ്രൽ എടുക്കുന്നത് കൊണ്ടും ഇത് ബേസിക്കലി റിലേറ്റ് ചെയ്യുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് എനർജിയുടെ വേരിയേഷൻസ് ആണ്. റൈറ്റ്. ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്റ്റോർഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എനർജീസ് ഇൻ ദ പർട്ടിക്കുലർ വോളിയം. സോ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ടേമുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈം നമ്മൾ ടിപ്പിക്കലി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അത് ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്റ്റോർഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എനർജീസ് ഇൻ ദ വോളിയം. ഇനി നമുക്ക് പോയിൻറ്റിംഗ് തിയറം റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. സോ ഇത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസേഴ്സാണ് നമ്മൾ ടിപ്പിക്കലി പിന്നീട് പല പ്രോബ്ലത്തിലും യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്ലെയിൻ പോളറൈസ്ഡ് ഇ എം വേവ് ഇ എക്സ് ഈക്വൽ ടു ഇ നോട്ട് സൈൻ കെ വി ടി മൈനസ് ഇസെഡ് and hy equal to h naught sin k vt minus z travels in free space. Show that Poynting vector is given by p equal to c epsilon naught ex square, p average power equal to half epsilon naught c e naught square and e naught equal to 27.4 root p volt per meter. Similarly, h naught equal to 7.3 into 10 raised to minus 2 root p ampere per meter. റൈറ്റ്. സോ ഇങ്ങനൊരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അതായത് പോളറൈസ്ഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്ലസ് ഇസഡ് ഡയറക്ഷനിലാണ്. കാരണം ഈ ഒരു ടേം വെച്ചിട്ടാണ് അത് ഏത് ഡയറക്ഷനിൽ പ്രൊപ്പഗേഷൻ വരുന്നു എന്നുള്ളത് അറിയുന്നത്. സോ ഇത് മൈനസ് ഇസഡ് ആണെങ്കിൽ പ്ലസ് ഇസഡ് ഡയറക്ഷനിലാണ്. സിമിലർലി ഈ ഒരു ടേം ബീറ്റ കറസ്പോണ്ടിങ്ങിലെ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എന്നാണ്. ഇവിടെ നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. റൈറ്റ്. ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് ബീറ്റ 1 ആണ്. സിമിലർലി ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഇവിടെ തന്നിരിക്കുന്നത് വി ആയിട്ടുമാണ് തന്നിരിക്കുന്നത്. റൈറ്റ്. ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. പോയിൻറ്റിംഗ് വെക്ടർ ഇസ് ഗിവൺ ബൈ പി. ആദ്യം പോയിൻറ്റിംഗ് വെക്ടറാണ് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. പോയിൻറ്റിംഗ് വെക്ടർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പി ഈക്വൽ ടു പോയിൻറ്റിംഗ് വെക്ടർ പി ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. റൈറ്റ്. സോ ഇതിൻ്റെ ഇ ക്രോസ് എച്ച് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എ എക്സ് എ വൈ എ ഇസഡ്. ഫസ്റ്റ് ഇൻ്റെ വാല്യൂസ് എഴുതുക. ഇ എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇ നോട്ട് സൈൻ കെ ഇൻറ്റു വി ടി മൈനസ് ഇസഡ്. എ വൈ ഇല്ല, എ ഇസഡും ഇല്ല. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് എച്ച് വൈ കമ്പോണൻ്റ് ആണുള്ളത്, വൈ കമ്പോണൻ്റ് ആണുള്ളത്. വൈ കമ്പോണൻറ്റ് തരുന്നത് എച്ച് നോട്ട് സൈൻ കെ
വി ടി മൈനസ് ഇസഡ്. അഗെയിൻ അതിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് 0 ആണ്. സോ ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. എ എക്സ് കമ്പോണൻറ്റ് വരുന്നില്ല, എ വൈ കമ്പോണൻറ്റ് 0 വന്നു. സിമിലർലി എ ഇസഡ് കമ്പോണൻറ്റ് മാത്രമുണ്ട് ഫോർവേഡ് മൾട്ടിപ്ലിക്കേഷനിൽ. ദാറ്റ് മീൻസ് എ ഇസഡ് ഇൻറ്റു ഇ നോട്ട് എച്ച് നോട്ട് സൈൻ കെ വി ടി മൈനസ് ഇസഡ് ഇൻറ്റു സൈൻ കെ വി ടി മൈനസ് ഇസഡ്. ദാറ്റ് മീൻസ് സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് ഇസഡ്. റൈറ്റ്. ഇനി റിവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല, സിമിലർലി ഈ ടേമും ഇല്ല. അപ്പോൾ ഒറ്റ ടേം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എ ഇസഡ് കമ്പോണൻറ്റ് മാത്രമാണ് അത് വന്നത്. ഇ നോട്ട് എച്ച് നോട്ട് സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് ഇസഡ് ഇൻറ്റു എ ഇസഡ്. റൈറ്റ്. നെക്സ്റ്റ് ഈ തന്നിരിക്കുന്ന ഇ എക്സിനെ ഞാൻ ഇ എക്സ് സ്ക്വയർ എടുക്കുകയാണ്. ഇ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് ഇസഡ് ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാം. റൈറ്റ്. സോ എനിക്ക് ഈ വന്ന വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് എ ഇസഡ് ഇൻറ്റു ഇ നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് ഇസഡിന് ഞാൻ ഇ എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു ഇ നോട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ ഇ നോട്ട് ചെയ്യണം. സിമിലർലി ഇവിടുത്തെ എച്ച് നോട്ട് റീറ്റെയിൻ ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി ഇ എക്സ് സ്ക്വയർ എച്ച് നോട്ട് ബൈ ഇ നോട്ട് എ ഇസഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. റൈറ്റ്. ഇനി നമുക്കറിയാം ഇ ബൈ എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണെന്നറിയാം. ഇവിടെ ഫ്രീ സ്പേസ് എന്ന് മെൻഷൻ ചെയ്യുന്നു, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി 0 ആയി മാറി. സോ ബാലൻസ് ജെ ഒമേഗ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് മ്യൂ നോട്ടാണ് ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ നോട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ടാണ്. സോ എനിക്ക് എച്ച് നോട്ട് ബൈ ഇ നോട്ട്, ഇവിടെ എച്ച് ബൈ ഇ ബൈ എച്ച് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത. സോ എച്ച് നോട്ട് ബൈ ഇ നോട്ടിന് ഇതിൻ്റെ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഈക്വൽ ടു എ ഇസഡ് ഇൻറ്റു എച്ച് നോട്ട് ബൈ ഇ നോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ നോട്ട് ബൈ മ്യൂ നോട്ട് ഇൻറ്റു ഇ എക്സ് സ്ക്വയർ. റൈറ്റ്. സോ നമുക്ക് വേറൊരു കാര്യം അറിയാം. സി ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ടാണെന്ന് അറിയാം. റൈറ്റ്. ഈ എക്സ്പ്രഷൻ്റെ ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എപ്സിലോൺ നോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ആണ്. സോ എപ്സിലോൺ നോട്ട് സി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ നോട്ട് ബൈ മ്യൂ നോട്ട്. സോ ഞാൻ റൂട്ട് എപ്സിലോൺ നോട്ട് ബൈ മ്യൂ നോട്ടിന് എപ്സിലോൺ നോട്ട് സി ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആ എക്സ്പ്രഷൻ എ ഇസഡ് ഇൻറ്റു സി എപ്സിലോൺ നോട്ട് ഇ എക്സ് സ്ക്വയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇപ്പം നമ്മളിതിൻ്റെ ഫസ്റ്റ് ഭാഗം പ്രൂവ് ചെയ്തു. പി ഈക്വൽ ടു സി എപ്സിലോൺ നോട്ട് ഇ എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ആവറേജ് പവറാണ്. സോ അത് അഗെയിൻ പോയിൻറ്റിങ്സ് വെക്ടറാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. സോ പോയിൻറ്റിങ്സ് വെക്ടറിൽ പി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് പി ആവറേജ് ഈക്വൽ ടു ഇ നോട്ട് എച്ച് നോട്ട് സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് ഇസഡ്. റൈറ്റ്. ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബട്ട് നമുക്കറിയാം സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെ ഏതൊരു സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെ ആണെങ്കിലും ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. റൈറ്റ്. ഏതൊരു സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെയും ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഞാൻ ഈ 1/2 ആണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇ നോട്ട് എച്ച് നോട്ട് ബൈ 2 ആയിട്ട് മാറി. റൈറ്റ്. ദാറ്റ് മീൻസ് ഇനി എച്ച് നോട്ടിന് നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഹാഫ് ഇൻറ്റു ഇ നോട്ട്. എച്ച് നോട്ടിന് നമുക്ക് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത് ഇ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് എപ്സിലോൺ നോട്ട് ബൈ മ്യൂ നോട്ടാണ്. So that turns out to be half into E naught square into root of epsilon naught by mu naught. Right. നമുക്ക് വേണ്ടത് C ൻ്റെ ഫോമിലാണ്. ബട്ട് നമുക്കറിയാം C equal to 1 by root of mu naught epsilon naught. റൈറ്റ്. അപ്പം ഈ എപ്സിലോൺ നോട്ടും കൊണ്ട് ഡിനോമിനേറ്റർ സൈഡിലേക്ക് എത്തിക്കണം. ദാറ്റ് മീൻസ് പി ആവറേജ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ നോട്ട് സ്ക്വയർ. ഇത് നമുക്ക് ഈ ഫോമിലേക്ക് വരുത്താൻ വേണ്ടി ഞാൻ എപ്സിലോൺ നോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇൻറ്റു റൂട്ട് ഓഫ് എപ്സിലോൺ നോട്ട് ബൈ മ്യൂ നോട്ട്. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു
ഇ നോട്ട് സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇനി ഡിനോമിനേറ്റർ സൈഡിലുള്ള എപ്സിലോൺ നോട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ട് എൻ്റർ ആവുകയാണ്. സോ എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ട് എൻ്റർ ആകുമ്പോൾ എപ്സിലോൺ നോട്ട് സ്ക്വയർ ആയി ഇൻറ്റു മ്യൂ നോട്ട്. റൈറ്റ്, ഇനി എപ്സിലോൺ നോട്ടും എപ്സിലോൺ നോട്ട് സ്ക്വയറും ക്യാൻസൽ ആവുന്നു. റൈറ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇ നോട്ട് സ്ക്വയർ എപ്സിലോൺ നോട്ട് 1/√ ഓഫ് എപ്സിലോൺ നോട്ട് മ്യൂ നോട്ടായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ അതിനെ എനിക്ക് സി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് സെക്കൻഡ് ആൻസറും ഒബ്റ്റെയിൻ ചെയ്തു. ഹാഫ് ഇൻറ്റു എപ്സിലോൺ നോട്ട് സ്ക്വയർ എപ്സിലോൺ നോട്ട് ഹാഫ് ഇൻറ്റു ഇ നോട്ട് സ്ക്വയർ എപ്സിലോൺ നോട്ട് സി ആയിട്ടും ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനും കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പല ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും വരുന്ന ഒരു സ്റ്റെപ്പും കൂടെയാണിത്. അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഈ ഒരു പോർഷൻ ഇതിനകത്ത് ഡെറൈവ് ചെയ്യാൻ പറയുന്നില്ല, ബട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. ആവറേജ് പവർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ നോട്ട് എച്ച് നോട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഹാഫ് ഇ നോട്ട് എച്ച് നോട്ടായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. എച്ച് നോട്ടിന് നമുക്കറിയാം E/H ഈക്വൽ ടു ഈറ്റയാണ് ഇൻട്രൻസിക് ഇംപിഡൻസ്. റൈറ്റ്, അപ്പം അതിൽ നിന്ന് എച്ച് ഈക്വൽ ടു E/ഈറ്റ ആണ്. റൈറ്റ്, അപ്പോൾ ഹാഫ് ഇൻറ്റു ഇ നോട്ട് സ്ക്വയർ ബൈ ഈറ്റ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇ നോട്ട് സ്ക്വയർ ബൈ 2 ഈറ്റ ആയിട്ട് നമുക്ക് ആവറേജ് പവർ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ പലപ്പോഴും ആവശ്യം വരുന്ന ഒരു എക്സ്പ്രഷനാണിത്. ആവറേജ് പവർ ഈക്വൽ ടു ഇ നോട്ട് സ്ക്വയർ ബൈ 2 ഈറ്റ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോമിൽ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്, ഇനി മൂന്നാമത്തെ പോർഷനാണ്. മൂന്നാമത്തേൽ ഇ നോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്, അപ്പം മൂന്നാമത്തെ പോർഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് കിട്ടിയ എക്സ്പ്രഷൻ ഞാനൊന്ന് എഴുതുകയാണ്. ആവറേജ് പവർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ നോട്ട് ഇ നോട്ട് സ്ക്വയർ സി. റൈറ്റ്, ഇതിൽ നിന്ന് ഇ നോട്ട് ഈക്വൽ ടു 2 ഇൻറ്റു ആവറേജ് പവർ. റൈറ്റ്, 2 ഇൻറ്റു ആവറേജ് പവർ ബൈ എപ്സിലോൺ നോട്ട് സി ദ ഹോൾ റൂട്ട്. റൈറ്റ്, സോ ഇവിടുത്തെ കോൺസ്റ്റൻസ് നമുക്ക് ക്ലബ് ചെയ്യാം. ദാറ്റ് മീൻസ് 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് സി സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് സി ഇൻറ്റു ആവറേജ് പവർ. റൈറ്റ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 27.4 എന്നാണ്. സോ 27.4 ആവറേജ് പവറായിട്ട് വന്നു. റൈറ്റ്, ഇ നോട്ട് ഈക്വൽ ടു. നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അത് എച്ച് നോട്ടിൻ്റെ ടൈമിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഞാൻ എഴുതി ഇ നോട്ട് ബൈ എച്ച് നോട്ടാണ് ഇൻട്രൻസിക് ഇംപിഡൻസ്. അത് ഫ്രീ സ്പേസ് ആകുമ്പം ഇ നോട്ട് ബൈ എച്ച് നോട്ട് തന്നെയായി. E/H അല്ലാതെ ഇ നോട്ട് ബൈ എച്ച് നോട്ടായി. അത് 120 പൈ ആണെന്നറിയാം. അതാണ് 377 ആണെന്ന് നമുക്കറിയാം. റൈറ്റ്, 377 ഓം ആണ്. റൈറ്റ്, സോ ഇവിടെ നമുക്ക് ഇ നോട്ടിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇ നോട്ടിന് പകരം ഈറ്റ എച്ച് നോട്ടായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈറ്റ എച്ച് നോട്ട് ഈ എക്സ്പ്രഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈറ്റ എച്ച് നോട്ട് ഈക്വൽ ടു 27.4 ഇൻറ്റു ആവറേജ് പവർ സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് പവർ. ദാറ്റ് മീൻസ് എച്ച് നോട്ട് ഈക്വൽ ടു 27.4 ഡിവൈഡഡ് ബൈ 120 പൈ ഓർ 377 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് പവർ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 7.3 ഇൻറ്റു 10⁻⁻² റൂട്ട് പി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, റൂട്ട് പി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ പോയിൻറ്റിംഗ് വെക്ടറിനെ റിലേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ടൈം ആവറേജ്ഡ് പോയിൻറ്റിംഗ് വെക്ടർ ഫോർ E ഈക്വൽ ടു 24e⁻⁻β(z)(a)y ഇൻ ഫ്രീ സ്പേസീസ്. സോ ഇത് നമ്മൾ ഡെറൈവ് ചെയ്ത എക്സ്പ്രഷനിൽ വരുന്നതാണ്. ആവറേജ് പവർ ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 2 ഈറ്റ. റൈറ്റ്, ഇ സ്ക്വയർ ബൈ 2 ഈറ്റ. റൈറ്റ്, അപ്പം ഇവിടെ ഇ തന്നിട്ടുണ്ട്. വെക്ടർ ഇ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 24e⁻⁻β(z)(a)y എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇത്രയാണ്. ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇ നോട്ട് 24 ആണ്. അപ്പോൾ 24 കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ω(t−βz). ഈ വേവ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് y ഡയറക്ഷനിലാണ്. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ളത് y ഡയറക്ഷനിലാണ്. ഇനി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു -z എന്ന് വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പവർ പോകുന്നതും ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഇനി അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. നെക്സ്റ്റ്, ആദ്യം നമുക്ക് പവർ ആവറേജ് പവറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ e⁻⁻θ എന്ന് പറയുന്ന വെറും ഫേസ് ഫാക്ടർ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 24 ആണ്. സോ 24 സ്ക്വയർ ഡിവൈഡഡ് ബൈ
2 ഇൻറ്റു ഈറ്റ. ഈറ്റ എന്ന് പറയുന്ന ഫ്രീ സ്പേസ് ആയതുകൊണ്ട് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ഈക്വൽ ടു 120 പൈ ആയിരിക്കും. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് 2.4/π ആയിട്ട് വന്നു. ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയുള്ളൂ. ഇനി ഇത് ഏത് ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനു വേണ്ടി എക്സ് വൈ ഇസെഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. എക്സ് വൈ ഇസെഡ്, റൈറ്റ്. ഇതിൽ എക്സിൻ്റെ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കണം, വൈൻ്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഇസെഡ് ഡയറക്ഷനിൽ പവർ പോകുന്നുണ്ടോ, പവറിൻ്റെ ഡയറക്ഷൻ വരുന്നത്, റൈറ്റ്. അപ്പം ഇനി ഇവിടുത്തെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത് വൈ കമ്പോണൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പറഞ്ഞു. ബട്ട് നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന എനിവേ ഇസെഡ് ഡയറക്ഷൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കാരണം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് ഇസെഡ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എച്ച് കമ്പോണൻ്റ് ഈ രീതിയിൽ വരികയും നമ്മുടെ ഡയറക്ഷൻ, റൊട്ടേഷൻ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആവും. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ മൈനസ് ഇസെഡ് ഡയറക്ഷനിലായിരിക്കും വേവ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് -2.4/π AZ, റൈറ്റ്, വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഡയറക്ഷൻസ് ഈ ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് കമ്പോണൻറ്റ്, ഇത് ടിപ്പിക്കൽ ഡയറക്ഷനാണ് ഞാൻ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് വൈ ഇസെഡ് ഇതുപോലെ മാർക്ക് ചെയ്യുക. എക്സ് കമ്പോണൻ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്, വൈ കമ്പോണൻ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ പ്ലസ് ഇസെഡ് ഡയറക്ഷൻ, പ്ലസ് ഇസെഡ് കമ്പോണൻ്റ് ആയിട്ടാണ് ആവറേജ് പവർ പോകുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് വൈ കമ്പോണൻ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്. ബട്ട് വേവ് പ്രൊപ്പഗേഷൻ ഇസെഡ് ഡയറക്ഷൻ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പവർ പോകേണ്ട ഡയറക്ഷൻ അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിലായി. ദാറ്റ് മീൻസ് EHPക്ക് പകരം EHP ക്ലോക്ക് വൈസ് ഡയറക്ഷന് പകരം EHP ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണം. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ആവറേജ് പവറിൻ്റെത് ഇസെഡിന് പകരം മൈനസ് ഇസെഡ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് ആൻസർ -2.4/π AZ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മീഡിയം ഹാസ് എ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് 16 kV/m RMS. Its relative permeability, right, μr equal to 1 and epsilon r equal to 4. A plane EM wave is transmitted through the medium. Calculate the maximum possible power flow density and associated magnetic field. Right. So ഒരു മീഡിയത്തിൻ്റെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് തരുന്നുണ്ട്. 16 kV/m RMS വാല്യൂ ആയിട്ട് തരുന്നുണ്ട്. പെർമിബിലിറ്റിയും പെർമിറ്റിവിറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പവർ ഫ്ലോ ഡെൻസിറ്റി ആൻഡ് അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, റൈറ്റ്. സോ നമുക്ക് അറിയാം മാക്സിമം പവർ ഫ്ലോ അല്ലെങ്കിൽ ആവറേജ് പവർ ഫ്ലോയുടെ എക്സ്പ്രഷൻ E²/2 ഈറ്റ ആണെന്നറിയാം, റൈറ്റ്. E²/2 ഈറ്റയാണെന്ന് നമുക്കറിയാം. അപ്പം അതിന് വേണ്ടി ഈറ്റ ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രൻസിക് ഇംപെഡൻസ് ആണ്. ദാറ്റ് മീൻസ് √J⍵μ/σ+J⍵ε ആണ്. ഇവിടെ ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി സിമിലർലി ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഒക്കെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് സിഗ്മ കണ്ടക്ടിവിറ്റി 0 ആണ്. സോ J⍵ε ആയിട്ട് ഡിനോമിനേറ്റർ സൈഡ് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു √μ/ε. So that is again equal to √μ0μr divided by ε0 ε r ആണ്, റൈറ്റ്. √μ0/ε0 എന്ന് പറയുന്നതാണ് 120π ഇൻറ്റു √μr/ε0. μr 1ഉം ε0 4 ആയിട്ടും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 120π ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 60π. അപ്പോൾ നമുക്ക് ഈറ്റ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പവർ അപ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് അപ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മാക്സിമം പോസിബിൾ പവർ ഫ്ലോ ആയിരിക്കും. ആവറേജ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈക്ക് പകരം ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ആണ്. സോ P max ഈക്വൽ ടു ഇവിടെ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആവറേജ് പവർ കിട്ടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ആണ്, റൈറ്റ്. സോ 16 kV, right, 16 into 10⁻³ whole square divided by 2 into ഈറ്റ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് 60π ആയിട്ടാണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1.36 into 10⁻6 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. അതായത് ഈക്ക് ഈ പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന വോൾട്ട് പെർ മീറ്റർ ആണ്. വോൾട്ട് പെർ മീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും യൂണിറ്റായിട്ട് വരുന്നത്, റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അത് Eയും Hഉം റിലേറ്റ് ചെയ്യുന്ന ഇൻട്രൻസിക് ഇംപെഡൻസ് വഴിയാണ്. സോ H ബ്രേക്ക് ഡൗൺ
ഈക്വൽ ടു ഇ ബൈ ഈറ്റ. ഈ ബ്രേക്ക് ഡൗൺ ബൈ ഈറ്റ. ഈ ബ്രേക്ക് ഡൗൺ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റിന് തരുന്നത് 16 kV ആയിട്ടാണ്. 16 × 10⁻³ ബൈ ഈറ്റ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത് 60 പൈ. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 84.88 ആംബിയർ പെർ മീറ്റർ. 84.88 ആംബിയർ പെർ മീറ്റർ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്തു. റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.